ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 15 കപിലോപദേശം. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈഃ മൈസുരസരിദോഃ പ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തിഃ സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീഃ. അന്വയം നോക്കാം. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മൈ സുരസരിദോഃ പ്രഖ്യചിത്താനുവൃത്തിഃ പരമഭക്തിഃ ഭവതി സാഹി മൃത്യോഃ വിജേത്രി ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈന്യഗാദീഃ. സാരാംശം നോക്കാം. എൻ്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കേട്ടും നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം എന്നിവ ചെയ്തും എന്നിൽ ഗംഗാപ്രവാഹത്തിന് തുല്യമായിട്ടുള്ള ചിത്തവൃത്തിയാകുന്ന ശ്രേഷ്ഠമായ ഭക്തി ജനിക്കുന്നു. ആ ഭക്തി മരണത്തെ ജയിക്കുന്നു. അതായത് എൻ്റെ ഗുണങ്ങളെയും ലീലാവിലാസങ്ങളെയും നിരന്തരം കേട്ടുകൊണ്ട് എന്നിൽ നിരന്തരം സ്മരിച്ചുകൊണ്ടും എന്നിൽ ഗംഗാപ്രവാഹ സദൃശ്യമായ മനോഭാവത്തോടു കൂടിയ സർവ ഉത്കൃഷ്ടനായ ഭക്തി ജനിക്കുന്നു. ആ ഭക്തി തന്നെയാണ് മരണത്തെ ജയിക്കുന്നത്. ഇപ്രകാരം നിന്തിരുവടി സ്വന്തം മാതാവിനെ അറിയിച്ചു. ശ്രീ ഗുരുവായൂരപ്പ ശരണം.